ഇന്ന് നമ്മൾ തൃശ്ശൂർ പൂരം കാണാൻ വേണ്ടിയിട്ട് പോകാം കേട്ടോ. പൂരമല്ല, പൂരമാണ്. പൂരത്തിന് വെടിക്കെട്ട് കാണാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പം ഞാൻ കുറേ വർഷമായിട്ട് അങ്ങനെ വിചാരിക്കുന്ന കാര്യമാണ് വെടിക്കെട്ട് കാണാൻ പോകണം, അല്ലെങ്കിൽ തൃശ്ശൂർ പൂരത്തിൻ്റെ അന്ന് പോകണം എന്നുള്ളത്. പക്ഷെ ഓരോ വർഷവും എനിക്ക് എന്തെങ്കിലുമൊക്കെ റീസൺ ഉണ്ടാകും, അത് മുടങ്ങി പോകാൻ കഴിയില്ല. ഏട്ടൻ തൃശ്ശൂരാണ് പഠിച്ചത്. അപ്പോൾ തൃശ്ശൂർ ഈ പൂരത്തിൻ്റെ സമയത്ത് ഏട്ടൻ എല്ലാ തവണയും പോകാറുണ്ട് കേട്ടോ. അപ്പം ഈ തവണ എനിക്ക് പോകാൻ പറ്റി. അപ്പോൾ ഞങ്ങൾ അതിനായിട്ട് ഇറങ്ങിയ ഏട്ടനും ഏട്ടൻ്റെ ഫ്രണ്ട്സും ഞാനും ഒക്കെയാണ് പോയത് കേട്ടോ, ഒരുമിച്ചിട്ട്. അപ്പം പോകുന്ന വഴി ഞങ്ങൾ ഇതേപോലെ ഒരു കട്ടനൊക്കെ അടിക്കാൻ വേണ്ടി കയറി. ഞങ്ങൾ രാത്രി ഒരു 11:30 ഒക്കെ ആയപ്പോഴാട്ടോ ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. പുലർച്ചെ ഒരു 2 മണിയൊക്കെ ആകുമ്പോഴേക്കും ഞങ്ങളവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. 3 മണിക്ക് ശേഷമാണ് എന്തായാലും വെടിക്കെട്ട് ഉണ്ടാവുക എന്നുള്ളൊരു അവിടെ ഉള്ളൊരു അറിയുന്ന ചേട്ടൻ പറഞ്ഞതുകൊണ്ട് ഞങ്ങൾ അതിനനുസരിച്ചിട്ടാണ് അവിടെ എത്തിയത്. അപ്പം സംഭവം സൂപ്പറായിരുന്നു. ട്രാവലിംഗ് ഒക്കെ നല്ല രസമുണ്ടായിരുന്നു ആ ടൈമിൽ. എന്നുവെച്ചാൽ പുലർച്ചെ സമയത്തല്ലേ നമ്മളിങ്ങനെ പോകുന്നത്. അപ്പം ഒരു രസമായിരുന്നു അത്. അത് കഴിഞ്ഞ് വീണ്ടും ഞങ്ങൾ അവിടുന്ന് പിന്നെയും യാത്ര തുടർന്നു. അങ്ങനെ ഒരു അവസാനം നമ്മൾ തൃശ്ശൂർ എത്തിയിട്ടോ. തൃശ്ശൂർ എത്തി കഴിഞ്ഞപ്പം ഈ ആളുകളൊക്കെ വന്നുകൊണ്ടിരിക്കുന്ന ടൈമാണ്. കാരണം ഒരു 3 മണിക്ക് ശേഷമാണല്ലോ നമ്മൾ വെടിക്കെട്ട് സ്റ്റാർട്ട് ചെയ്യാം. അപ്പം ആളുകളൊക്കെ വന്നുകൊണ്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ അത്യാവശ്യം തിരക്ക് ഇങ്ങനെ കൂടി വരുന്ന സമയത്ത് നമുക്ക് കണ്ടാൽ മനസ്സിലായി അങ്ങനെ ആളുകൾ വന്നുകൊണ്ട് നിൽക്കുകയാണ്. അപ്പം ഞാൻ കുറേ ആളുകളായിട്ടോ, അത്രയും ആളുകളുണ്ട്. ഒരു കാല് വെക്കാനുള്ള സ്ഥലമില്ല, അത്രയും ഉണ്ടായിരുന്നു. പക്ഷെ നല്ലൊരു രസമായിരുന്നു കേട്ടോ അത്. അപ്പം ആ ഒരു ടൈമിലാണ് ഞങ്ങളിങ്ങനെ ഒരു ഇത് കേട്ടത്. ന്യൂസിലിങ്ങനെ കാണിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട് അവിടുത്തെ കമ്മിറ്റിക്കാരും പോലീസുകാരും തമ്മിൽ ചെറിയൊരു പ്രശ്നം ഉണ്ടായിട്ട് നമ്മുടെ പൂരം പകുതിയിൽ വെച്ച് നിർത്തി എന്നുള്ളൊരു ന്യൂസ് കേട്ടു. അത് കേട്ടപ്പോൾ ഞങ്ങൾ ആകെ ഇതായി. ആളുകളൊക്കെ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. ടൈം 3:30 ആയിട്ടും 4 മണിയായിട്ടും ഒന്നും നമ്മുടെ വെടിക്കെട്ട് കണ്ടിട്ടില്ല, സാധിക്കില്ല. അപ്പോൾ കുറേ പേര് ഈ വെയിറ്റ് ചെയ്ത് കുറേ പേരൊക്കെ തിരിച്ച് പോകാൻ തുടങ്ങിയിട്ടോ. കാരണം നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ ഈ ചൂട് സമയമല്ലേ, അപ്പം ഇങ്ങനെ ആൾ തിങ്ങി നിൽക്കുമ്പോൾ നല്ലതാണ്. അപ്പം ഞങ്ങൾ വെയിറ്റ് ചെയ്തു. ഞങ്ങൾ നിന്ന് അവസാനം പേപ്പറൊക്കെ നിലത്തൊക്കെ ഇട്ട് കുറേ പേരങ്ങനെ നിലത്ത് പേപ്പറൊക്കെ വെച്ചിരിക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങളും അവിടെ ഇരുന്ന് വെയിറ്റ് ചെയ്തു കേട്ടോ കുറേ നേരം. അത് കഴിഞ്ഞ് അപ്പോഴൊന്നും വെടിക്കെട്ടൊന്നും ഇല്ല. അപ്പോൾ അവിടെ ഒരു പോലീസുകാരൻ പറഞ്ഞു ഒരു 6 മണി 6:30 ഉള്ളിലായിരിക്കും എന്തായാലും ഉണ്ടാവുക. ആ ടൈം ആകുമ്പം എന്തായാലും ഉണ്ടാവും എന്ന് വിചാരിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ ഇന്നേക്ക് തിരിച്ച് കാറിലേക്ക് തന്നെ പോയി. കാറിലിരുന്ന് ഒരു 6:30 സമയത്ത് തിരിച്ചു വന്നു. അങ്ങനെ ആ സമയത്ത് വന്നപ്പോൾ ഉള്ളൊരു തിരക്കാണ് ഈ കാണുന്നത്. രാവിലെ ഒരു 6:30-7 മണി സമയമാവുന്ന ടൈമാണിത്. അപ്പം എല്ലാവരും വെയിറ്റിംഗ് ആണ്. ഇപ്പം ഉണ്ടാവും എന്നുള്ളൊരു പ്രതീക്ഷയിൽ എല്ലാവരും നിൽക്കുകയാണ്. കുറേ പേരുടെ ക്ഷമ നഷ്ടപ്പെട്ടു. കാരണം ഇന്നലെ രാത്രി ഇന്നുമായിട്ട് എല്ലാവരും വെയിറ്റ് ചെയ്യാണ്. അങ്ങനെ അവസാനം വെയിറ്റ് ചെയ്തു നമ്മുടെ പൂരം സ്റ്റാർട്ട് ചെയ്തു കേട്ടോ.
രണ്ട് ദേശക്കാർ തമ്മിൽ നടത്തുന്ന ഒരു ഇതാട്ട് വെടിക്കെട്ടാട്ടത്. അപ്പോൾ ഒരു ദേശക്കാർ നമ്മളിത് കണ്ടു. ഇനി അടുത്ത ദേശക്കാരതാണ് നമ്മൾ കാണാൻ വെയിറ്റ് ചെയ്യുന്ന അത്രയും പേര്. അപ്പം അതും ഒരു 1.5 വെടിക്കെട്ടായിരുന്നു കേട്ടോ. അപ്പം അതൊന്ന് കണ്ടു നോക്കാം. അപ്പോൾ ഇതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് നമ്മൾ ഇങ്ങനെ സൗണ്ട് കേട്ടിട്ടുണ്ടായിരുന്നു. അത്രയും സ്ട്രോങ്ങിലായിരുന്നു ഇതുണ്ടായിരുന്നത്. അപ്പം നമ്മൾ പൂരം നല്ല അടിപൊളിയായിട്ട് അവസാനിച്ചിട്ടോ. അപ്പം അടുത്ത വർഷം വീണ്ടും വരാൻ കഴിയട്ടെ എന്ന് വിചാരിക്കുന്നു. വേറെ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.